ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. 14th ചാപ്റ്റർ മാത്തമെറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെറിയ പാഠമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ വെച്ചിട്ട് 2 സെക്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന് 14.3.1 നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനും, പിന്നെ 14.5.1 കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഓക്കെ, എന്താണ് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. എന്താണ് ശരിക്കും മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? A sentence is called a mathematically acceptable statement if it is either true or false but not both. The statements are usually denoted by the letters, small letters, P, Q, R, S, etc. എന്താണ് പറഞ്ഞത്? എന്താണ് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാത്തമെറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സെൻറ്റൻസിനെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയണമെങ്കിൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോൾസ് ആയിരിക്കണം. ബട്ട് നോട്ട് ബോത്ത്, രണ്ടും കൂടി ആവാൻ പാടില്ല. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ് ഒരു സെൻറ്റൻസ്? അത് കംപ്ലീറ്റ്ലി ട്രൂ ആവണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോൾസ് ആവണം, ബട്ട് നോട്ട് ബോത്ത്, രണ്ടും കൂടി ആവരുത്. അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളെ പി, ക്യു, സ്മോൾ ലെറ്റേഴ്സ്, ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, പി, ക്യു, ആർ, എസ്, എക്സെട്ര, അങ്ങനെയാണ് അത് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ നോക്കാം. നിങ്ങൾ അത് നോക്കിയിട്ട് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ, ദി സം ഓഫ് 5 and 7 ഈസ് ഗ്രേറ്റർ ദാൻ 10. എന്താണ് ദി സം ഓഫ് 5 and 7 എന്ന് പറഞ്ഞാൽ 5ൻ്റെയും 7ൻ്റെയും കൂടെ സമ്മ് ഗ്രേറ്റർ ദാൻ 10. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതിങ്ങനെ വേർഡ്സിൽ എഴുതിയിട്ടുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദി 5 + 7, സം ഓഫ് 5 and 7 മീൻസ് 5 + 7 ഈസ് ഗ്രേറ്റർ ദാൻ 10. ഇത് ആക്ച്വലി ഇത് ഗ്രേറ്റർ ദാൻ 10 ആണോ? ആണല്ലോ. 12 അല്ലേ? 12 ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണല്ലോ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ശരിയാണ് എന്ന് പറയാം അല്ലേ? ഈ ഒരു സെൻറ്റൻസാണ്, ഇതൊരു മാത്തമെറ്റിക്കൽ സെൻറ്റൻസാണ്. ഈ സെൻറ്റൻസ് ശരിയാണ്. അതുകൊണ്ട് എന്ത് പറയാം? അതൊരു മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ രണ്ടാമത്തത്, മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട്. മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് എന്താ പറയുക? ശരിയാണോ തെറ്റാണോ? ഇത് ശരിയെന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തരെ ബേസ് ചെയ്തിട്ടല്ലേ മാത്തമെറ്റിക്സിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് മാത്തമെറ്റിക്സ് ഡിഫിക്കൽട്ട് അല്ല, ഈസി ആണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് മാത്തമെറ്റിക്സ് ഡിഫിക്കൽട്ടാണെന്ന് പറയും. അപ്പോൾ ഓരോരുത്തരെ ബേസ് ചെയ്തിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ അത് തെറ്റാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആവണമെങ്കിൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ്ലി ട്രൂ ആവണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോൾസ് ആവണം. രണ്ടും കൂടി ആവരുത്. അതായത് ചില സമയത്ത് ട്രൂ, ചില സമയത്ത് ഫോൾസ്, അങ്ങനെ ആവരുത്. ഇത് അങ്ങനെയല്ലേ? മാത്തമെറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് അതാണല്ലോ. ചില സമയത്ത് ശരി, ചില സമയത്ത് തെറ്റ്. ഓരോരുത്തരെ ബേസ് ചെയ്തിട്ടാണല്ലോ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്റൻസ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുമോ? അല്ല. ഇത് എന്തല്ല? മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓക്കെ, മൂന്നാമത്തത്, there are 35 days in a month. എന്താണ്? ഒരു മാസത്തിൽ 35 ദിവസങ്ങളുണ്ട്. ആണോ? ശരിയാണോ? അല്ലല്ലോ.
അല്ല. അപ്പം അത് ഫോൾസ് ആണെന്ന് ക്ലിയർ ആണ് അല്ലേ? തെറ്റായ ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് തെറ്റായ സെൻറ്റൻസ് ആയതുകൊണ്ട് അതെന്താണ്? മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അതാണ് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനേഷൻ. എന്താണ്? ഒരു സെൻറ്റൻസ് മുഴുവനായിട്ടും ശരിയാവണം, അല്ലെങ്കിലോ മുഴുവനായിട്ടും തെറ്റാവണം. ഇത് മുഴുവനായിട്ടും തെറ്റാണ്, അതുകൊണ്ട് ഇതെന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതോ കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്, അതുകൊണ്ട് അതെന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനിയോ നാലാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ടുഡേ ഈസ് എ വിൻഡി ഡേ. ഇന്നിപ്പോൾ ഏത് ദിവസമാണെന്ന് പറയോ? ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന ദിവസമാണെന്ന്? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. അപ്പോൾ ഇത് രണ്ടും കൂടിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഈ സെൻറ്റൻസ് എന്തല്ല? സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ക്ലിയർലി നമുക്ക് എന്ത് എഴുതാം? നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്തല്ല? സ്റ്റേറ്റ്മെൻ്റ് അല്ല. ക്ലിയർ ആയോ? ഇതാണ് എന്ത്? സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾസ്. ഓക്കെ, സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഇനി PQRS ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾസിനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഇങ്ങനെയാണ് അടയാളപ്പെടുത്താറുള്ളത്. ഇതാ P, സ്മോൾ p എന്ന് പറഞ്ഞിട്ട് 2 കുത്തിട്ടിട്ട്, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് P. ഇത് Q എന്ന് മാർക്ക് ചെയ്യുക, Q. ഓക്കെ, ഇത് R, ഇത് S. ഇങ്ങനെയാണ് സാധാരണ ഈ PQRS എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുക്കാറുള്ളത്. ഓക്കെ, അടുത്ത സെക്ഷനാണ് കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഫ്രേസസ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈഫ് ദെൻ, അതുപോലെ തന്നെ ഓൺലി ഈഫ്, അതുപോലെ തന്നെ ഈഫ് ആൻഡ് ഓൺലി ഈഫ്. ഇതൊക്കെ ഫ്രേസസ് ആണല്ലോ. ഈ ഫ്രേസുകൾ ഉപയോഗിച്ചെഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഈഫ് ദെൻ ഓൺലി ഈഫ്, ഇഫ് ആൻഡ് ഓൺലി ഈഫ് എന്ന ഫ്രേസസ് ഉപയോഗിച്ച് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ പറയുന്ന പേരാണ് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഈഫ് ദെൻ മാത്രമാണ് നമ്മൾ ഇവിടെ ഈഫ് ദെൻ എന്ന് പറയുന്ന ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈഫ് ദെൻ വെച്ചിട്ടുള്ള. ഇപ്പോൾ വേറൊരു കാര്യം പറയാം. ഈഫ് പി ദെൻ ക്യൂ, ഇങ്ങനെയാണ് എഴുതുക. പിയും ക്യൂവും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈഫ് പി ഉണ്ടെങ്കിൽ ദെൻ ക്യൂ സംഭവിക്കും. മീൻസ് ഇത് മീൻ ചെയ്യുന്നത് എന്തുതന്നെയാണ്? പി ഇംപ്ലൈസ് ക്യൂ തന്നെയാണ്. അതായത് ഇത് രണ്ടും സെയിം മീനിങ് ആണെന്ന് അർത്ഥം. ഇഫ് പി ദെൻ ക്യൂ അതിനോട് ഈക്വൽ ആണ്, അതിന് സമാനമാണ് ഇത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത്. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് കോൺട്രാപോസിറ്റീവ് എന്താന്ന് നോക്കാം. അടുത്ത ഹെഡിങ് ആണ് കോൺട്രാപോസിറ്റീവ് ഓഫ് ദി ഇംപ്ലിക്കേഷൻ ഇഫ് പി ദെൻ ക്യൂ ഓർ പി ഇംപ്ലൈസ് ക്യൂ. ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന ഒരു ഇംപ്ലിക്കേഷൻ്റെ കോൺട്രാപോസിറ്റീവ് അല്ലെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന ഇംപ്ലിക്കേഷൻ്റെ കോൺട്രാപോസിറ്റീവ് എന്താന്ന് നോക്കാം. പിയും ക്യൂവും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇഫ് പി ആൻഡ് ക്യൂ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, then the contrapositive of the implication if p then q is if negation q then negation p. അതായത് if p then q ന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഈഫ് നെഗേഷൻ ക്യൂ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്യൂവിൻ്റെ
നെഗറ്റീവ് നെഗേഷൻ ക്യൂ. ദെൻ പിന്നെ എഴുതുന്നത് എന്താ? പിന്റെ നെഗറ്റീവ് നെഗേഷൻ പി ആണ്. ക്ലിയർ? മനസ്സിലായല്ലോ? ഇതിനെ വേറൊരു രീതിയിലും എഴുതാം. അതായത് ഇപ്പം നമ്മൾ ഈ പി ദെൻ ക്യൂ വെച്ചിട്ടാണ് എഴുതിയത്. ഇനി പി ഇംപ്ലൈസ് ക്യൂ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ എഴുതാം? ഓ ദി കോൺട്രാപോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ അല്ലേ? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാപോസിറ്റീവ് ഈസ് എങ്ങനെ എഴുതാം? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാപോസിറ്റീവ് ആദ്യം ക്യൂവിൻ്റെ നെഗറ്റീവ് എഴുതുക, നെഗേഷൻ ക്യൂ അല്ലേ? ഇംപ്ലൈസ് നെഗേഷൻ പി. ഇതാണ് ഏതിൻ്റെ കോൺട്രാപോസിറ്റീവ്? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാപോസിറ്റീവ് ആണ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എഴുതിയാൽ മതി. അത് എഴുതണമെന്ന് നിർബന്ധമല്ല കേട്ടോ, ഇത് എഴുതിയാലും മതി. ഓക്കെ, ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂല, പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കുക. പക്ഷെ ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ? അടുത്തൊരു എക്സാമ്പിൾ, കോൺട്രാപോസിറ്റീവിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ then it is isosceles എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ഇഫ് പി ദെൻ ക്യൂ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, സംശയമില്ലല്ലോ. ഏതാണ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്? എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ അല്ലേ? ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഈസ് ഐസോസെലസ്. ശരിയല്ലേ? അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്, അല്ലെങ്കിൽ ഒരു ഇംപ്ലിക്കേഷൻ ആണ് ഇത്. അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? കോൺവേഴ്സ് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാം? നമുക്ക് കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി അല്ലേ? അപ്പൊ ആദ്യം പറയേണ്ട ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നെഗറ്റീവ് ആണ് പറയേണ്ടത്. ഏതാണ് ക്യൂ എന്ന് പറയുന്നത്? ഇതല്ലേ ക്യൂ? ഇതാണ് ക്യൂ അല്ലേ? ഇതാണ് ഏത്? പി. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇതാണ് പി. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നേ കേട്ടോ, നിങ്ങളിത് മാർക്ക് ചെയ്യാനൊന്നുമില്ല. ഇത് പിയും അത് ക്യൂവുമാണ്. എങ്കിൽ ആദ്യം പറയേണ്ടത് കോൺട്രാപോസിറ്റീവ് എഴുതാൻ പോവുക. ഈ ഒരു എക്സാമ്പിളിൻ്റെ അല്ലേ? കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാം? കോൺട്രാപോസിറ്റീവ് ആദ്യം ഈഫ് എഴുതും, പിന്നെ നെഗേഷൻ ക്യൂ അല്ലേ? നെഗേഷൻ ക്യൂ മീൻസ് ഇതിൻ്റെ നെഗറ്റീവ് എന്താ? അപ്പൊ ആദ്യം ഈഫ് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് ഐസോ, നോട്ട് ചേർത്താൽ പോരെ. നെഗേഷൻ എഴുതാൻ നോട്ട് ചേർത്താൽ മതിയല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഐസോസെലസ് എന്ന് പറയാൻ പറ്റുമോ? എന്താ ഇറ്റ് എന്താന്ന് പറയണ്ടേ? അപ്പോൾ ആദ്യം തന്നെ ഇഫ് ഇറ്റ് ഈസ് എഴുതരുത്, ഇഫ് എ ട്രയാങ്കിൾ എന്ന് ചേർക്കുക. ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് അല്ലേ? ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ്. ഇപ്പം ക്യൂവിൻ്റെ നെഗറ്റീവ് ആയാലോ, നെഗേഷൻ ക്യൂ ആയി. ദെൻ ചേർക്കുക, ദെൻ നെഗേഷൻ പി. ദെൻ നെഗേഷൻ പി, പിൻ്റെ നെഗേഷൻ. ഇവിടെ വീണ്ടും ഇനി ട്രയാങ്കിൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്ത് ചേർത്താൽ മതി? ഇറ്റ് ചേർത്താൽ മതി അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഇക്വിലാറ്ററൽ. ഇത് നോട്ട് ചേർത്ത് എഴുതല്ലേ? നെഗേഷൻ പി ആണ് എഴുതേണ്ടത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് equilateral. Then it is not equilateral. ഇതാണ് അതിൻ്റെ കോൺട്രാപോസിറ്റീവ്. ക്ലിയർ ആയല്ലോ? ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് then it is not equilateral. അടുത്തതാണ് കോൺവേഴ്സ്. ഓക്കെ, converse of the implication if P then Q or P implies Q. അപ്പോൾ കോൺവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏത് ഇംപ്ലിക്കേഷൻ്റെ തന്നെയാണ്? ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, കോൺവേഴ്സ്. ഇഫ് പി ദെൻ ക്യൂനെ അല്ലെങ്കിൽ എന്ത് പറയാം? പി ഇംപ്ലൈസ് ക്യൂ എന്നും പറയാം. അപ്പോൾ ഇതാ നോക്കുക ഡെഫിനേഷൻ. ദി കോൺവേഴ്സ് ഓഫ് ദി ഇംപ്ലിക്കേഷൻ ഇഫ് പി ദെൻ ക്യൂ ഈസ് ഇഫ് ക്യൂ ദെൻ പി. അതാണ് അതിൻ്റെ കോൺവേഴ്സ് കേട്ടോ. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ
if p then q-ന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? if q രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, then p എഴുതുക, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഓക്കെ, ഇങ്ങനെയല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിളായിട്ട് ദി കോൺവേഴ്സ് ഓഫ് p implies q അല്ല, if p then q നെ നമുക്ക് ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. p implies q is എന്തായിരിക്കും? q implies p, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ എഴുതി പിന്നെ ഇംപ്ലൈസ് ഫസ്റ്റ് എഴുതി അല്ലേ? p implies q-ന്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ q implies p ആണ്. നമുക്ക് ഈ കോൺവേഴ്സ് എന്ന് പറയുന്ന ഇംപ്ലിക്കേഷൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് എക്സാമ്പിൾ. If a triangle is equilateral, then it is isosceles. Okay, അതായത് പിയും ക്യൂയും ഒന്ന് തരംതിരിക്കുക. ഏതാണ് പി? ഇതല്ലേ if p, പിന്നെയോ ക്യൂവും മാറ്റി നിർത്തുക. ഇതാ ക്യൂ ഇതാണ്, ഇറ്റ് ഈസ് ഐസോസെലസ്. നമുക്കറിയാം if p then q എന്ന് പറയുന്ന ഇംപ്ലിക്കേഷൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് if q then p ആണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഒരു എക്സാമ്പിളിൻ്റെ കോൺവേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് if q ആണ്, then ആണ് p എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ആദ്യം if എഴുതി, അത് കഴിഞ്ഞിട്ട് q എഴുതി. if it is isosceles എന്ന് എഴുതിയത് ഇറ്റ് എന്താണ്? ട്രയാങ്കിൾ ആണല്ലോ. if a triangle is isosceles, then പിന്നെ വീണ്ടും ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ എന്ന് എഴുതിയത് ഇറ്റ് ഈസ് എന്ന് കൊടുത്താൽ മതി. then it is equilateral. ഇപ്പം ഏത് രൂപത്തിലായി? if q then p എന്നുള്ള രൂപത്തിലായല്ലോ. ഇതാണ് കോൺവേഴ്സ് പാർട്ട്. ഓക്കെ, ക്ലിയർ? നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണെന്ന് വായിച്ചു നോക്കാം. കമ്പൈൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് യൂസിങ് if ആൻഡ് ഓൺലി if. അതായത് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് എഴുതാൻ ഏത് ഇംപ്ലിക്കേഷൻ ഉപയോഗിച്ച്? ഇഫ് ആൻഡ് ഓൺലി if ഇംപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാനാണ്. അപ്പോൾ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് if a rectangle is a square then all its four sides are equal, അതാണ് പി. അതും ഏത് രൂപത്തിലാണ്? പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും if p then q എന്നുള്ള രൂപത്തിലാണ്. പിന്നെ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോ if all the four sides of a rectangle are equal then the rectangle is a square. ഇത് ക്യൂ അല്ലേ ഇതിലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് if q then p എന്നുള്ള രൂപത്തിലാണ് അല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് if ആൻഡ് ഓൺലി if ചേർത്ത് എഴുതാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. if p then qവും ആൻഡ് if q then pയും കൂടെ ചേർന്നാൽ നമുക്ക് എന്ത് എഴുതാം? p if ആൻഡ് ഓൺലി if. നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് if p then qവും അതുപോലെ തന്നെ if q then pയും ചേർന്നാൽ നമുക്ക് എന്ത് എഴുതാം? p if ആൻഡ് ഓൺലി if q എന്ന് എഴുതാം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി if p then q പകരം ഇങ്ങനെയാവാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? p implies qവും ആൻഡ് if q then p എന്ന് പറഞ്ഞാൽ q implies pയും കൂടെ ചേർന്നാൽ നമുക്ക് p if ആൻഡ് ഓൺലി if q എന്ന് എഴുതാം. അതെങ്ങനെയാണ് സിംബോളിക്കായിട്ട് എഴുതുക? p if ആൻഡ് ഓൺലി if q, ഇതാണ് സിംബോളിക്കായിട്ട് എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഇവിടെ ഇംപ്ലൈസ് അല്ല, if p then q വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാം? ഈ if ആൻഡ് ഓൺലി if ചേർത്തിട്ട് എന്തെഴുതാം? എ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ if ആൻഡ് ഓൺലി p ആണ് ആദ്യം എഴുതേണ്ടത്. ഏതാണ്? p ഇതല്ലേ? എ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എഴുതാം എ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ. പി എഴുതിയില്ലേ? പിന്നെന്താ എഴുതുക? if ആൻഡ് ഓൺലി if. if ആൻഡ് ഓൺലി if. ഈ if ആൻഡ് ഓൺലി ifനെ വളരെ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്, IFF. ഇങ്ങനെ എഴുതാറുണ്ട്, IFF. റെക്റ്റാങ്കിൾ പി if ആൻഡ് ഓൺലി if q എന്നല്ല എഴുതണ്ടേ? ഇനി q ഏതാണ്? then all its four sides are equal അല്ലേ? അതാണ് q. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം. എന്താണ്? എ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ if ആൻഡ് ഓൺലി if
all its four sides are equal. ശരിയല്ലേ?